അങ്ങനെ എല്ലാ കാത്തിരിപ്പിനും ഒടുവിൽ പറവൂരുകാരുടെ സ്വന്തം വി.ഡി. സതീശൻ കേരളത്തിന്റെ പുതിയ നിയുക്ത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ആ പ്രഖ്യാപനം വരുന്നത്. അതിന്റെ ആഹ്ലാദം, സന്തോഷം, ആവേശമൊക്കെ ഈ പറവൂരിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ 25 വർഷമായി ഈ പറവൂരുകാരുടെ സ്വന്തമാണ് വി.ഡി. സതീശൻ. ഇവരുടെ MLA ആണ്. കഴിഞ്ഞ 5 വർഷങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പറവൂര് എപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും പറവൂർ ഇടപെടുന്ന പറവൂരിന്റെ വികസന നായകൻ ഒടുവിൽ അവസാനം അദ്ദേഹം ഈ കേരളത്തിന്റെ നായകനായി മാറുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ചേട്ടാ, 25 വർഷമായി പറവൂരുകാരുടെ MLA ആണ്. ഇപ്പോഴത്തെ അദ്ദേഹം പറവൂരുകാരുടെ അഭിമാനമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുന്നു. എന്ത് തോന്നുന്നു? അദ്ദേഹത്തിന്റെ നിലപാടിനോടുള്ള വ്യക്തതയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. 25 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിട്ടും ടീം UDFന്റെ ലീഡറായിട്ടും അദ്ദേഹം നടത്തിയ പോരാട്ടമാണ് അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത്. ഈ വലിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. വലിയ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലൊക്കെയുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒടുവിൽ ആശങ്കയൊക്കെ മാറുവാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? ആശങ്കകളൊക്കെ മാറി കേരളം കാത്തിരുന്ന കേരള ജനത എന്താഗ്രഹിച്ചുവോ അത് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. എങ്ങനെയാണ് ആഘോഷ പരിപാടികളൊക്കെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? ആഘോഷ പരിപാടികൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം. ഒരു സാമ്പിൾ മാത്രമാണിത്. അതെ. ചേട്ടാ, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഹൈക്കമാൻഡ് ഈ തീരുമാനം എടുത്തതിൽ ഹൈക്കമാൻഡിൽ ഞങ്ങൾ പറവൂരിലെ ജനത ഒന്നടങ്കം അഭിനന്ദിക്കുകയാണ്. വലിയ സന്തോഷത്തിലായിരിക്കുമല്ലേ 25 വർഷമായി നിങ്ങളുടെ ലോറി? കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കാതെ കപ്പിനും വലിയ സന്തോഷത്തിലായിരിക്കും. ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചാണ് വി.ഡി. സതീശൻ വലിയ സന്തോഷത്തിലാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറവൂരുകാരുടെ സ്വന്തം പറവൂരുകാർ ഏറെ അഭിമാനത്തോടെ കാണുന്ന പറവൂരിന്റെ MLA ആയിരുന്ന ഇപ്പോൾ കേരളത്തിന്റെ നായകനായിരിക്കുന്ന നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെയുള്ള ഈ ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ ഇവർ വി.ഡി. സതീശന്റെ ഓഫീസിൽ നിന്നും പറവൂർ നഗരം ചുറ്റിയാണ് ഈ പ്രകടനം മുന്നോട്ട് പോകുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇത് തിരികെ വി.ഡി. സതീശന്റെ ഓഫീസിലേക്ക് എത്തും. വൈകിട്ട് 5 മണിക്ക് ചേന്ദമംഗലം ജംഗ്ഷനിൽ വെച്ച് വലിയ ആഹ്ലാദ പ്രകടനം ഒരുക്കാനാണ് നിലവിൽ ഈ പറവൂർ ജനത തീരുമാനിച്ചിരിക്കുന്നത്. വലിയ സന്തോഷത്തിലും ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ഈ ജനതയുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, റിപ്പോർട്ടർ കൊച്ചി.